ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കാരുണികനായ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവമാണല്ലോ ഹിജറ. മുഹറത്തിലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിമോചന പോരാട്ടത്തെ പോലെ തന്നെ വളരെ സുപ്രധാനമായ മറ്റൊരു സംഭവമാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മക്കയാകുന്ന മണ്ണിൽ നിന്ന് യസരിബാകുന്ന മണ്ണിലേക്ക് നടത്തിയ കുടിയേറ്റം. പ്രവാചകന്റെ ഹിജറ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അനുഭവമായതുകൊണ്ടാണ് ഇസ്ലാമിക കലണ്ടർ തന്നെ രൂപപ്പെടുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതൊരു വിശ്വാസി സംഘവും നിലവിലുള്ള സാഹചര്യങ്ങളെ നിരന്തരമായി കുറ്റപ്പെടുത്തി അക്രമങ്ങൾക്ക് കീഴടങ്ങുക എന്നതല്ല ഇസ്ലാമികമായ രീതി. ഇസ്ലാമിക വ്യവസ്ഥിതി അനുസരിച്ച് ജീവിക്കുവാനും അധാർമികതക്കും അനീതികൾക്കുമെതിരെ നിരന്തരമായി ശബ്ദിക്കുവാനും അങ്ങനെ ശബ്ദിക്കാൻ സാധിക്കാത്ത ഇടങ്ങളിൽ നിന്ന് മറ്റൊരു മണ്ണ് തേടിയുള്ള യാത്ര പോവുക എന്നതാണ്. അതല്ലാതെ ഭീരുത്വം കാണിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഭൂമി വിശാലമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാമിലെ പ്രവാചകന്റെ ഹിജറ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. അതോടൊപ്പം തന്നെ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ മക്കയാകുന്ന മണ്ണിൽ നിന്ന് ഇസ്ലാമാകുന്ന ചെടിയെ വളർത്തുവാൻ വികസിപ്പിക്കുവാൻ ധാരാളമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമിക്കുന്നതിനൊന്നും ആളുകൾ സമ്മതിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നിരന്തരമായ പീഡനങ്ങളാണ്, പരിഹാസങ്ങളാണ്, പ്രയാസപ്പെടുത്തലുകളാണ്, അപവാദ പ്രചരണങ്ങളാണ്, ബഹിഷ്കരണങ്ങളാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പ്രവാചകൻ തനിക്ക് പറ്റുന്ന ഒരു മണ്ണ് തേടി. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് 3 ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഒന്നാമത്തെ ദൗത്യം എന്നത് മനുഷ്യനെ നിർമ്മിക്കുക എന്ന വലിയ ദൗത്യമാണ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കിടക്കുന്ന ധാരാളക്കണക്കിന് തിന്മകളുടെ വൃത്തിവിഹീനതകളെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്ത് നിർമൂലനം ചെയ്ത് നന്നാക്കിയെടുക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. അധാർമികത മുഴച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. വ്യഭിചാരം സാർവത്രികമായിരുന്ന ഒരു കാലത്ത് വിവാഹം തന്നെ വ്യത്യസ്തമായ രീതികൾ, 10ലധികം രൂപത്തിലുള്ള വിവാഹ രീതികൾ ഉടലെടുത്തിരുന്ന ഒരു കാലത്ത് പെൺകുഞ്ഞായി പിറന്നു എന്നതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ ജീവനോടുകൂടി മണ്ണിൽ കുഴിച്ചുമൂടിയിരുന്ന ഒരു ഇരുണ്ട കാലത്ത്, എല്ലാത്തിനും സംസാരത്തിനേക്കാളപ്പുറം വാളുകൊണ്ട് സംസാരിക്കുന്നവർ ധാരാളമുള്ള ഒരു കാലത്ത്, എല്ലാ അനീതികളും കയ്യൂക്കുള്ളവൻ മാത്രം കാര്യക്കാരൻ എന്ന് വിചാരിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന കാലത്താണ് മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധർമ്മപൂർണമായ ഈ സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്ന് മാറി ഏറ്റവും നല്ല ഒരു സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചും നിങ്ങൾക്ക് പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, ആ നാഥൻ ഈ പ്രപഞ്ച സംവിധാനത്തിന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാഥനാണ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനോടെല്ലാമാണ് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് അഭയമർത്ഥിക്കാൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് ചോദിക്കുവാൻ പ്രപഞ്ചത്തിൻ്റെ നാഥനായ തമ്പുരാൻ ഒന്നു മാത്രമേയുള്ളൂ. നിങ്ങളിപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയൊന്നും നിങ്ങൾക്ക് യഥാർത്ഥ ഉത്തരം നൽകാൻ കരുത്തുള്ളതല്ല എന്ന തികഞ്ഞ ബോധ്യത്തോടുകൂടി പ്രവാചകൻ ശക്തമായി തൻ്റെ ആശയം അവതരിപ്പിക്കുമ്പോൾ, ഞാൻ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണ്, പക്ഷേ മനുഷ്യനായ പ്രവാചകനാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോഴൊന്നും അത് സ്വീകരിക്കുവാൻ അവർ കൂട്ടാക്കുന്നില്ല. അവസാനം പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ രണ്ടാമത്തെ ദൗത്യമായ മനുഷ്യനെ നിർമ്മിക്കുക എന്ന ദൗത്യത്തോടൊപ്പം തന്നെ രാഷ്ട്ര നിർമ്മാണവും അദ്ദേഹത്തിൻ്റെ അജണ്ടയിലുണ്ട്. മൂന്നാമത്തേത് ഈ രാഷ്ട്ര നിർമ്മാണത്തോടൊപ്പം നാഗരികതകളുടെ നിർമ്മാണവും അദ്ദേഹത്തിൻ്റെ അജണ്ടയിലുണ്ട്. ഈ അജണ്ട പൂർത്തീകരിക്കണമെങ്കിൽ ആവശ്യമായ ഒരു തുണ്ട് ഭൂമി കിട്ടണം. ആ ഭൂമി തേടിയുള്ള യാത്രയാണ് പ്രവാചകൻ നിരന്തരമായി അബസീനിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആളുകളെ തൻ്റെ സഹപ്രവർത്തകരെ പറഞ്ഞയക്കുന്നു. അതുപോലെ അബസീനിയയിലേക്ക് ജഅഫർ ബിൻ അബി താലിബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പറഞ്ഞയക്കുന്നുണ്ട്. അവർ ധീരമായി അവിടെ നജാഷിയോട് തങ്ങളുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകൻ കത്തയക്കുന്നുണ്ട്. അതോടൊപ്പം നിരന്തരമായ അന്വേഷണ
പരീക്ഷണം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് യസിരിബ് എന്ന് പറയുന്ന മണ്ണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകാൻ പറ്റുന്ന മണ്ണാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. അവിടേക്ക് മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനോഹരനായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് പെൺകുട്ടികൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മക്കയുടെ ഓരോ കവലയിലും വീടുകളിലും കാത്തു നിൽക്കാറുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം അദ്ദേഹം പൂശുന്ന അത്തറിൻ്റെ മണം അനുഭവിക്കുവാൻ ധാരാളം ആളുകൾ ചേർന്ന് നിൽക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയുള്ള മിസ്അബ് ബിൻ ഉമൈർ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അദ്ദേഹത്തെയാണ് യസിരിബിൻ്റെ മണ്ണിലേക്ക് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നത്. യസിരിബിൻ്റെ വീടാന്തരം അദ്ദേഹം കയറിയിറങ്ങുന്നു. ഓരോ ഗോത്രക്കാരോടും അദ്ദേഹം സംസാരിക്കുന്നു. ആ സംസാരത്തിന് ശേഷം പ്രവാചകന് വരാനുള്ള ഒരു മണ്ണ് അവിടെ ഒരുക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അങ്ങനെയാണ് ഒന്നാം അഖബ ഉടമ്പടിയും രണ്ടാം അഖബ ഉടമ്പടിയും നടക്കുന്നത്. അങ്ങനെയാണ് പ്രവാചകൻ മക്കയിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. മക്കയാകുന്ന മണ്ണ് ഇസ്ലാമാകുന്ന ചെടിയേക്ക് വളരാൻ പാകപ്പെട്ട മണ്ണല്ല. ഊഷരമായ മനസ്സുകളാണ് ഓരോരുത്തർ എന്നത് അവിടുത്തെ കാലാവസ്ഥ പോലെ ഊഷരമായ മരുപ്പറമ്പ് ഒരു വരൾച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന കുന്നുകളും മലകളും നിറഞ്ഞു നിൽക്കുന്ന മണ്ണ് പോലെ തന്നെയാണ് അവിടെയുള്ള മനുഷ്യരുടെ മനസ്സും എന്ന തിരിച്ചറിവിൽ നിന്ന് പ്രവാചകൻ തൻ്റെ ഇസ്ലാമാകുന്ന താൻ പ്രബോധനം ചെയ്യുന്ന ആശയത്തെ ലോകത്തെ പ്രയോഗവൽക്കരിക്കുവാൻ പറ്റുന്ന മണ്ണ് തേടിയുള്ള യാത്രയാണ് ഇസ്ലാമിലെ ഹിജറ എന്ന് പറയുന്നത്. ആ ഹിജറക്ക് തീർച്ചയായും കൃത്യമായ അറബിയിലെ ഹിജറ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ മൈഗ്രേഷൻ എന്നുള്ള അർത്ഥം കൃത്യമായി ഉണ്ടായിരിക്കെ തന്നെ ചിലപ്പോഴൊക്കെയും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിന് പ്രയോഗിക്കാറുള്ളത് പ്രവാചകൻ്റെ ഒളിച്ചോട്ടം, പലായനം എന്നാണ്. മക്കയാകുന്ന മണ്ണിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രവാചകൻ മക്കയിൽ നിന്ന് ഓടിപ്പോയി എന്ന അർത്ഥത്തിൽ പ്രവാചകനെ ബത്സിക്കുവാൻ വേണ്ടി ചില ആളുകൾ അത് പറയാറുണ്ട്. അങ്ങനെ കഠിനമായ പരീക്ഷണങ്ങൾക്കും നവജാത ഇസ്ലാമും വിഗ്രഹാരാധകരും തമ്മിലുള്ള സമരത്തിൽ നിന്ന് പ്രവാചകൻ പിൻവാങ്ങുകയാണ്. ലജ്ജാകരമായ ഒരു വർത്തമാനമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഹിജറ എന്നത് ഒരു പലായനമായിരുന്നില്ല, ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല, ഒരു കുതിച്ചോട്ടമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു തരം ചില ആളുകൾ, ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ അവതരിപ്പിക്കാറുള്ളത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയാകുന്ന മണ്ണിൽ നിന്ന് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ യസ്രിബിൽ അന്ന് ഔസ് ഖസ്റജി എന്ന് പറയുന്ന രണ്ട് ഗോത്രക്കാരുണ്ടായിരുന്നു. ആ ഗോത്രക്കാരുടെ നിരന്തരമായ യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പോരാട്ടങ്ങളുമാണ് അവിടെ നടന്നിരുന്നത്. അതിന് വെള്ളം ചേർക്കുവാനും അതിനെ ശക്തിപ്പെടുത്തുവാനും ബനു ഖുറൈള, ബനു കൈനുക, ബനു നളീർ എന്ന് പറയുന്ന ജൂതഗോത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കിടയിൽ അതൊരു പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് ഒരു മധ്യസ്ഥതയുടെ റോളിലേക്കാണ് പ്രവാചകൻ വന്നത്. അങ്ങനെ അവിടെ ഒരു ഭരണത്തിന്റെ രൂപം ഉണ്ടാക്കാനാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവാചകനാവശ്യമായ, ഇസ്ലാമിനാവശ്യമായ ഒരു മണ്ണ് തേടിയുള്ള യാത്രയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് മുഹമ്മദ് അൽ ഗസാലി അദ്ദേഹം വിശദീകരിക്കുന്നത് ഹിജറ എന്നത് യുദ്ധക്കളത്തിൽ നിന്നുള്ള ഒരു പലായനമായിരുന്നില്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായ അതിരുകളില്ലാത്ത ഒരു ഉമ്മത്തിനെ കെട്ടിപ്പടുക്കുന്നതിനായി പോരാട്ടത്തിന്റെ കേന്ദ്രം മാറ്റലായിരുന്നു അത് കേവലം മണ്ണിലോ രക്തബന്ധത്തിലോ അധിഷ്ഠിതമായ ഒന്നല്ല ആ ഉമ്മത്ത്, മറിച്ച് അത് ആദർശത്തിലും സ്വാതന്ത്ര്യത്തിലും നിലകൊള്ളുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മനുഷ്യൻ അടിച്ചമർത്തലിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും തണലിലാണ് വളരുന്നതെങ്കിൽ അവൻ്റെ മനസ്സ് മടിയുള്ളതായി തീരുകയും മാനവികതയുടെ യഥാർത്ഥ അർത്ഥങ്ങൾ അവന് നഷ്ടപ്പെടുകയും ചെയ്യും. സമൂഹങ്ങളെ പുനഃക്രമീകരിക്കുവാനും അവരുടെ വീര്യവും ആവേശവും വീണ്ടെടുക്കാനുള്ള മനഃശാസ്ത്രപരവും സാമൂഹികവുമായ മാർഗമാണ് ഹിജറ എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഹിജറയാണ് ഏറ്റവും വ്യക്തമായി ഇസ്ലാമിക പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഹിജ്റയാണ് നാം നടത്തേണ്ടത് എന്നും നാം ആലോചിക്കണം. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഫലസ്തീനിലും ലബനാനിലും സിറിയയിലും സുഡാനിലും ലക്ഷക്കണക്കായ മുഹാജിറുകൾ ഹിജ്റ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭരണകൂട ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ആഗോള സമൂഹം അവർക്ക് മുമ്പിൽ വാതിലുകൾ കൊട്ടിയടക്കുമ്പോൾ മദീനയിലെ അൻസാറുകൾ കാണിച്ച വിപ്ലവകരമായ സ്നേഹവും പങ്കുവെക്കലുകളും മാതൃകയാക്കാൻ ലോകത്തിന്
സാധിക്കേണ്ടതുണ്ട്. അത് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇസ്ലാമിൻ്റെ സന്ദേശമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കണം, ഹിജ്റ എന്ന് പറയുന്നത് കേവലമായ മാത്രമായ ഹിജ്റ മാത്രമല്ല, ആത്മാവിൻ്റെ ഹിജ്റയും നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പശ്ചാത്താപത്തിൻ്റെ വാതിൽ അടയുന്നത് വരെ ഹിജ്റ അവസാനിക്കുകയില്ല. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ പശ്ചാത്താപത്തിൻ്റെ വാതിൽ അടയുകയുമില്ല എന്ന്. ഈ മോചനത്തെക്കുറിച്ചും നാം ആലോചിക്കണം. ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, ഹിജ്റ 2 തരത്തിലുണ്ട്. ഒന്ന് ശരീരം കൊണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുക, രണ്ടാമത്തേത് ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കും ഹിജ്റ പോവുക. ഈ രണ്ടാമത്തെ ഹിജ്റയാണ് യഥാർത്ഥ ഹിജ്റയും അടിസ്ഥാനവും എന്ന് മനസ്സിലാക്കണം. ശാരീരികമായ ഹിജ്റ ഇതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് ആധുനികമായ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? അവൻ്റെ മുമ്പിലുള്ള ഭീഷണി ഡിജിറ്റൽ സ്ലേവറി എന്ന് പറയുന്ന ഡിജിറ്റൽ അടിമത്തമാണ്. സോഷ്യൽ മീഡിയയും അൽഗോരിതങ്ങളും എല്ലാ മനുഷ്യൻ്റെ ചിന്തകളെയും സമയത്തെയും നിയന്ത്രിക്കുന്ന കാലത്ത് അനാവശ്യമായ വിനോദങ്ങളിൽ നിന്നും ആത്മീയവും ധാർമ്മികതയും നശിപ്പിക്കുന്ന സൈബർ സംസ്കാരത്തിൽ നിന്നും നന്മയുടെയും ഉൽപാദനക്ഷമതയുടെയും സർഗാത്മകതയുടെയും മദീനകളിലേക്ക് നമുക്ക് ഹിജ്റ പോകാൻ സാധിക്കുമോ? നമ്മുടെ ഹൃദയങ്ങൾക്ക് ഹിജ്റ പോകാൻ സാധിക്കുമോ? അള്ളാഹു വിലക്കിയ മുഴുവൻ തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് മാറുന്നതാണ് യഥാർത്ഥ മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യാശയുടെയും വിമോചനത്തിൻ്റെയുമായ മഹാസന്ദേശം നൽകുന്ന ഹിജ്റ, ഭൂമിയിൽ നന്മയുടെ ലോകത്തിലേക്ക് ഹിജ്റ പോകുവാൻ, ഡിവൈസുകളിൽ നിന്ന് തലയുയർത്തിപ്പിടിച്ച് മനുഷ്യനെ കാണാൻ കഴിയുന്നതിലേക്ക് ഹിജ്റ പോകുവാൻ, സ്വേച്ഛാധിപത്യത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് സ്വന്തം ചിന്തകളെ ഹിജ്റ ചെയ്യിക്കാൻ സാധിക്കാത്ത ഒരാൾക്കും ഒരിക്കലും സ്വാതന്ത്ര്യം നിർമ്മിക്കാൻ കഴിയുകയില്ല. കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, മറിച്ച് അതിനെ മാറ്റിമറിക്കാനാണ് കൽപ്പിക്കുന്നത്. മാനസികമായ തോൽവിയെ വിസമ്മതിക്കുന്നതിൻ്റെ പ്രായോഗികമായ തുടക്കമാണ് ഹിജ്റയെന്ന് അലി ഇസ്സത്ത് ബഗോവിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷ കൈവിടാത്ത ഈ ആദർശത്തിൻ്റെ കരുത്തിനെയാണ് അബുൽ കലാം ആസാദ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ കാലത്ത് തൻ്റെ അൽ ഹിലാലിലൂടെ ഓർമ്മിപ്പിച്ചത്. ഇസ്ലാമിൻ്റെ ചരിത്രം സാക്ഷിയാണ്. ഹിജ്റയുടെ ലക്ഷ്യം അക്രമത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങലല്ല, മറിച്ച് അക്രമിയുടെ കണ്ണുകളിൽ നോക്കി പുതിയൊരു പോരാട്ട വീതി സജ്ജമാക്കലാണ്. സത്യത്തിനു വേണ്ടി സ്വന്തം വീടും കുടിയും ഉപേക്ഷിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു ജനതയെ കീഴ്പ്പെടുത്തുവാൻ ദുനിയാവിലെ ഒരു ഭൗതിക ശക്തിക്കും സാധ്യമല്ല എന്ന പാഠം മഹാനായ അബുൽ കലാം ആസാദ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഓർമ്മയാണ് ഇന്ന് ലോകത്ത് ആരുടെ മുമ്പിലും കീഴടങ്ങാൻ കഴിയാത്ത കരുത്ത് വിശ്വാസികൾക്ക് നൽകുന്നത്. മണ്ണിൽ നിന്നും വീടുകളിൽ നിന്നും ആട്ടിയോടിക്കപ്പെടുന്ന ജനലക്ഷങ്ങൾക്ക് ആവേശമാകുന്നത് ആത്മീയമായ അനുവാദം നൽകുന്ന ഈ തത്വങ്ങളാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഹിജ്റയുടെ ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിശ്വാസികളുടെ സംഘത്തിൽ പടച്ച തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.